Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും എളുപ്പത്തിൽ എല്ലാവർക്കും കുക്കറില്ലാതെ ചെയ്യാൻ പറ്റുന്ന കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. റെസിപ്പിയിലിട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഈ മധുരക്കൽത്തപ്പം ഉണ്ടാക്കാൻ ഫ്രൈ പാൻ മാത്രം മതി കേട്ടോ. 10 മിനിറ്റിൽ എല്ലാവർക്കും തയ്യാറാക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് പച്ചരിയാണ് ഇവിടെ വെള്ളത്തിൽ കുതിർത്തി വെക്കുന്നുള്ളത്. അതൊരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ ടൈം എടുക്കുന്ന പണി. ബാക്കി ഒന്നിനും അത്ര ടൈമൊന്നും വേണ്ട. എളുപ്പത്തിൽ ആർക്ക് വേണേലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനെ വെള്ളമൊക്കെ വാർത്തെടുത്തതിന് ശേഷം അതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പിന് കുറച്ച് മീതയായിട്ട് ഞാൻ ചോറില്ലേ, നമ്മളുടെ മട്ട അരിയുടെ ചോറ് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് നല്ല ജീരകയിലേക്ക് മിൻസീഡ്, അതും ഒരു 5-6 ഏലക്കയും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാമെന്നൊക്കെ പറയുന്നില്ല, അങ്ങനെ അരച്ചെടുത്തിട്ട് വരാം. അത് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 300 ഗ്രാം ശർക്കരയാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത്. അതിനെ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ അതിനെ നമുക്ക് ശർക്കര പാനിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് ഇത് നമ്മൾക്ക് ഇവിടെ ബ്ലെൻഡായിട്ട് നല്ല പോലെ മഷി പോലെ അരച്ചെടുത്തിട്ടും വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോഴേക്കും നമ്മളുടെ ഇവിടെ ശർക്കരയും പാനിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ വേണം കേട്ടോ. നമ്മൾ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും വെയിറ്റ് ചെയ്യേണ്ടെന്ന ആവശ്യമില്ല. ഇതിൽ കല്ലോ പൊടിയോ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഉള്ളതൊക്കെ ഉള്ള ജഗ്ഗരിയൊക്കെ ആണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ, ബെല്ലൊക്കെ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒരു അരപ്പയിലൂടെ അരച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അത് നല്ലോണം ചൂടിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയിൽ അപകാരം അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുകൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതിലേക്ക് പിന്നെ നമ്മൾക്ക് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വിളയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്, ചെറിയ ഉള്ളിയും. അതിന് വേണ്ടിയിട്ട് ഈ ഫ്രൈ പാനിലാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നുള്ളത്. അതിലേക്ക് തേങ്ങ എണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, കോക്കനട്ട് ഓയിൽ. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് തേങ്ങക്കൊത്തും അത്ര തന്നെ ഒരു 5-10 കുഞ്ഞുള്ളിയും ഞാൻ ചെറുതായി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വിധത്തിൽ നമുക്ക് ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് മാറ്റി വെക്കാൻ. അതിൻ്റെ മേലേക്കും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഡെക്കറേഷൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാറ്റി വെക്കുന്നുള്ളത്. ബാക്കിയൊക്കെ ഇതിൽ തന്നെ ഇരിക്കട്ടെ. ഇതേ ചൂടിൽ തന്നെ വേണം കേട്ടോ നമ്മൾ ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ 10 മിനിറ്റിൽ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് ഞാൻ ബിരിയാണിക്കൊക്കെ ദമ്മിനൊക്കെ വെക്കുന്നില്ലേ, ആ സാധനം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടി പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഈ ബിരിയാണിക്ക് ദമ്മ് ചെയ്യുന്നുള്ള ആ സാധനം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കയ്യിലില്ലെങ്കിൽ നമ്മളുടെ പഴയതായിട്ടുള്ള ചപ്പാത്തീൻ്റെ കല്ലോ ഓടോ അതുപോലത്തെ ഫ്രൈ പാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റിന് ശേഷം ഇങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും, മേലൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മൂടീൻ്റെ വെള്ളം ഇങ്ങനെ കളയണം കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് വെക്കണം. അതിന് ശേഷം വേണം നമ്മൾ ഈ ഫ്രൈ പാനിൽ നിന്ന് ഇതിനെ ഈ പ്ലേറ്റിലേക്ക് മാറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റ് മതി കേട്ടോ, കൂടുതലൊന്നും വെക്കണ്ട. അപ്പോൾ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള മധുരക്കൽത്തപ്പം നമുക്കിവിടെ റെഡിയായി കിട്ടുന്നുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് കുക്കറിൽ ഉണ്ടാക്കണമെന്നോ അതിനെ വിസിലിടാതെ എടുത്ത് വെക്കണമെന്നോ അങ്ങനൊന്നും പറഞ്ഞിട്ട് കുറേ ടൈമൊന്നും വേസ്റ്റ് ആക്കേണ്ടൊന്നും ആവശ്യമൊന്നുമില്ല. കുക്കറിൽ അല്ലെങ്കിൽ കലത്തിലൊക്കെ ഉണ്ടാക്കിയപ്പോൾ ആയതുകൊണ്ടല്ലേ കൽത്തപ്പം എന്ന് ഇതിന് പേരും വേണ്ടിയിട്ടുള്ളത്. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ പൊതുവെ കൽത്തപ്പം എന്ന് പറയുന്നുള്ളത് അപ്പോൾ ദോശമാവിൽ ഉണ്ടാക്കുന്നുള്ള ഒരു അപ്പം ഉണ്ട് കേട്ടോ.
നമ്മളുടെ നീർദോശൻ്റെ ആ മാവിൽ വേറെ തന്നെ അപ്പോൾ കലത്തപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്ക്. അത് കറികളുടെ കൂടെ കഴിക്കുന്ന അപ്പമാണ് കലത്തപ്പം എന്ന് പറഞ്ഞിട്ടുള്ളത്. മലബാർക്കാരുടെ സ്വന്തം മധുര കലത്തപ്പമാണ് കേട്ടോ ഇത്. സ്നാക്സ് ഐറ്റം, ഈവനിങ് സ്നാക്സ്, അതുപോലെ തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള നല്ല ഒരു പലഹാരം തന്നെയാണ്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ മടിച്ചു നിൽക്കുന്നവരാണെങ്കിൽ ഇന്ന് തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് നോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയായിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആരെടുത്ത കലത്തപ്പം കണ്ടില്ലേ, എത്ര എളുപ്പത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർ അത് പോയി ഒന്ന് കണ്ടു നോക്ക്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.